വെൽക്കം ടു 7 Day Miracles ചാനൽ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ശബ്ദം കേവലം വാക്കുകളല്ല, അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ്. ഒരാളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറാൻ മനോഹരമായ ശബ്ദത്തോളം വലിയൊരു ആയുധമില്ല. ആത്മവിശ്വാസത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കുന്ന ഒരാളെ ശ്രദ്ധിക്കാതിരിക്കാനേ ആർക്കും കഴിയില്ല. ചിലപ്പോഴൊക്കെ ചില ശബ്ദങ്ങൾ നമ്മെ വല്ലാതെ സ്പർശിക്കാറില്ലേ? ആരും കേട്ടുപോകുന്ന ആഴമുള്ള ഹൃദ്യമായ ഒരു ശബ്ദം. നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ പറയുന്നു എന്നതാ. നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാളുടെ ഉള്ളിൽ ഒരു സംഗീതം പോലെ അലയടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ശബ്ദം ഒരു മാന്ത്രിക ശക്തിയാക്കി മാറ്റാൻ ഇതാ 7 ലളിതമായ വഴികൾ. 1. സംസാരത്തിലെ താളം. സംസാരിക്കുമ്പോൾ ഒരു നദി ഒഴുകുന്നത് പോലെ സ്വാഭാവികമായ ഒരു താളം ഉണ്ടായിരിക്കണം. ഒരേ വേഗതയിൽ റോബോട്ടിനെ പോലെ സംസാരിക്കാതെ കാര്യത്തിന്റെ ഗൗരവം അനുസരിച്ച് വേഗത കൂട്ടിയും കുറച്ചും ഒക്കെ സംസാരിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അല്പം വേഗത കുറയ്ക്കുന്നത് കേൾക്കുന്നവരിൽ ആകാംക്ഷ നിറയ്ക്കും. ഈ മാറ്റം നിങ്ങളുടെ സംസാരത്തെ കൂടുതൽ ആസ്വാദികരമാക്കും. 2. വ്യക്തമായ ഉച്ചാരണം. വാക്കുകൾ മുറിക്കാതെയും വിഴുങ്ങാതെയും വ്യക്തമായി ഉച്ചരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ പ്രാധാന്യം നൽകി സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് നിങ്ങളോട് ഒരു ബഹുമാനം തോന്നും. വ്യക്തമായ സംസാരം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നത്. അക്ഷരശുദ്ധിയുള്ള ശബ്ദത്തിന് സ്വാഭാവികമായും ഒരു പ്രത്യേക ഗാംഭീര്യവും ഉണ്ടാകും. 3. പുഞ്ചിരിയോടെ സംസാരിക്കുക. വിശ്വസിച്ചാലും അല്ലെങ്കിലും നിങ്ങൾ പുഞ്ചിരിച്ചോണ്ട് സംസാരിക്കുമ്പോഴേ അത് നിങ്ങളുടെ ശബ്ദത്തിൽ പ്രതിഫലിക്കും. മുഖത്തെ പേശികൾ അയയുമ്പോൾ ശബ്ദത്തിന് കൂടുതൽ മാർദ്ദവവും പോസിറ്റീവ് എനർജിയും ലഭിക്കും. ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ പുഞ്ചിരിക്കുകയാണോ എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിരിക്കുന്ന ശബ്ദം മറ്റുള്ളവർക്ക് നിങ്ങളോട് പെട്ടെന്ന് അടുപ്പം തോന്നാൻ കാരണവുമാകും. 4. ശ്വസനക്രമം. ശബ്ദത്തിന്റെ ഇന്ധനമാണ് ശ്വാസം. ആഴത്തിൽ ശ്വസിച്ചു സംസാരിക്കുന്നത് ശബ്ദത്തിന് കൂടുതൽ കരുത്തും ആഴവും നൽകും. ശ്വാസം കിട്ടാതെ വേഗത്തിൽ സംസാരിക്കുന്നത് കേൾക്കുന്നവരിൽ സമ്മർദ്ദമുണ്ടാക്കും. ശാന്തമായി ശ്വസിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം കൂടുതൽ സ്ഥിരതയുള്ളതാവുകയും കേൾക്കുന്നവർക്ക് നിങ്ങളിൽ വിശ്വാസം തോന്നുകയും ചെയ്യും. 5. ഫുൾ സ്റ്റോപ്പ്. സംസാരത്തിനിടയിലെ മൗനം വാക്കുകളേക്കാൾ വലിയ കാര്യങ്ങൾ പറയും. ഒരു പ്രധാന കാര്യം പറഞ്ഞതിനു ശേഷം നൽകുന്ന ചെറിയൊരു ഇടവേള കേൾക്കുന്നവർക്ക് അത് ചിന്തിക്കാനുള്ള സമയം നൽകും. ഫുൾ സ്റ്റോപ്പുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സംസാരത്തിന് ഒരു ഗൗരവം നൽകും. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാതെ കൃത്യമായ ഇടങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത് നിങ്ങളെ ഒരു മികച്ച വക്താവാക്കുന്നതാണ്. 6. കേൾക്കുന്നവരോടുള്ള പരിഗണന. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ശബ്ദത്തിൽ മാറ്റം വരുത്തുക. കുട്ടികളോട് സംസാരിക്കുന്ന സ്നേഹവും ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോഴുള്ള പക്വതയും ശബ്ദത്തിൽ വരണം. കേൾക്കുന്നവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം അവരുടെ ഹൃദയത്തിൽ നേരിട്ട് പതിക്കും. ശബ്ദത്തിന്റെ തീവ്രത സന്ദർഭത്തിനനുസരിച്ച് ക്രമീകരിക്കണം. 7. കണ്ണുകളിലെ തിളക്കം. ശബ്ദം കേവലം കാതുകളിലേക്കല്ല, മറിച്ച് മനസ്സിലേക്കാണ് എത്തേണ്ടത്. സംസാരിക്കുമ്പോൾ കേൾക്കുന്നവരുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് നിങ്ങളുടെ വാക്കുകൾക്ക് സത്യസന്ധത നൽകും. ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൾ എത്ര ഭംഗിയുള്ള ശബ്ദത്തിൽ പറഞ്ഞാലും ഫലിക്കില്ല. ഉള്ളിൽ തട്ടി സംസാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ശബ്ദം പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദമായി മാറും. ഓർക്കുക, നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. അത് മറ്റുള്ളവരെ മുറിപ്പെടുത്താനല്ല, മറിച്ച് സ്നേഹം പകരാനും പ്രചോദിപ്പിക്കാനും ഉള്ളതാട്ടെ. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ. ലോകം നിങ്ങളെ കാതോർക്കുന്നത് കാണാം. നിങ്ങളുടെ ശബ്ദം ഒരു വിസ്മയമായി മാറട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.